ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ കണക്ക് ഞങ്ങൾ അടുത്തതായി പോയത് റിവർ റാഫ്റ്റിങ്ങിനാണ്. റിവർ റാഫ്റ്റിങ്ങിന് പോകേണ്ടത് നമ്മൾ കുളുവിലാണ് ഇതേ കണക്കത്തെ അഡ്വഞ്ചേഴ്സ് എല്ലാം ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നല്ല ഒഴുക്കുണ്ട്. പിന്നെ ഒഴുക്ക് മാത്രമല്ല, ഇതിൽ ഭയങ്കര ഓളവും നമുക്ക് പേടിപ്പെടുത്തും. രണ്ട് സൈഡും അലച്ചിലും. പിന്നെ റാഫ്റ്റിംഗ് ആണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഒന്ന് ട്രൈ ചെയ്യണം എല്ലാവരും. Okay guys, get down guys, get down. Okay guys, come back please. Come back guys. ഇതിൽ നമ്മൾ കാണുന്നത് പോലെയാണ്. നമ്മൾ ഈ വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാകുമെന്ന് അറിഞ്ഞൂടെ, എത്രത്തോളം അതിൻ്റെ ആ ഒരു ഒഴുക്കും ഓളവും ആ റിവറിൻ്റെ ഒലച്ചിലും ആ റാഫ്റ്റിൻ്റെ ഉറച്ചിലും ഇതൊക്കെ നമുക്ക് പേടിയാവും. ഈ പുള്ളിക്കാരുടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്. താഴോട്ടിരിക്കുക, പിന്നെ തിരിച്ച് കയറിയിരിക്കുക. കാരണം നമ്മൾ ഇതേണക്കത്തെ ഒരു സിറ്റുവേഷനില്ല, അതേണക്കത്തെ ഓളവും അതേണക്കത്തെ ഒരു ഒഴുക്കും അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്കൊരിക്കലും ആ ഒരു സൈഡിൽ ഇരിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ തെന്നി പുഴയിലോട്ട് വീഴും. ഈ പുഴയെന്ന് പറയുമ്പോഴത്തേക്ക് ഫുള്ളും പാറയാണ്. നമ്മൾ വീണ നേരെ പാറയിലായിരിക്കും. ഓരോ സമയത്ത് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും. ഇതിനകത്തുള്ളൊരു കുത്തൊഴുക്കിലും ആ ഒരു രണ്ട് സൈഡും പാറയും പിന്നെ ഇതിൻ്റെ താഴെയും പാറ നമുക്ക് ചെന്ന് ഇടിക്കുന്നത് മനസ്സിലാവും. പാറയിലൊക്കെ പോയി ഇടിക്കുക, ആ സൈഡിൽ തട്ടുന്നത്, ഇതൊക്കെ ഈ പുള്ളി നിയന്ത്രിക്കുന്ന ഈ രണ്ട് തുഴ വെച്ചാൽ ഇത്രയും കുത്തൊഴുക്കിലും ആ നല്ലൊരു കഴിവുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത്. സ്കിൽഡ് പേഴ്സൺ. പുള്ളി ഡെയിലി ഇതായിരിക്കും പരിപാടി. ഡെയിലി ഇങ്ങനെ പോയി ഫുൾ എക്സ്പീരിയൻസ് ആയി. എന്നാലും ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നേരെ ഒന്നൊരു പാറയിൽ വന്നിടിച്ചു. അത് നല്ലൊരു കുത്തൊഴുക്കുള്ള സ്ഥലമാണ്. ബാക്കി എല്ലാ റാഫ്റ്റും വേറെ സ്ഥലത്തൂടെ പോയി, ഈ പുള്ളിക്കാരൻ മാത്രം നല്ല ഒഴുക്കുള്ള സ്ഥലത്ത് പോയി. പക്ഷെ അതൊരു അഡ്വഞ്ചർ ആയിരുന്നു. അത് ഞങ്ങൾക്ക് മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പുള്ളി കൂളാണ്, പക്ഷെ ഞങ്ങളാണ് അവിടെ പേടിച്ച് വരണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് പേടിയുണ്ട്, ഒരു അഡ്വഞ്ചർ, ഒരു ത്രില്ല്, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. ചില സമയത്ത് നമ്മൾ പുള്ളി റാഫ്റ്റ് കൊണ്ടുപോകുന്നത് നമ്മൾ ശരിക്കും നേരെ പിടിക്കും. പക്ഷെ പുള്ളി ആ രണ്ടു തുഴ വെച്ച് എങ്ങനെയൊക്കെയോ ഒഴിഞ്ഞു മാറി പോകുന്ന കാണാം. പക്ഷെ അത് അവിടെ ഇരിക്കുന്ന നമുക്കായിരിക്കും ഭയങ്കര പേടി.
പുഴ ഇത്ര വെള്ളമൊന്നുമല്ല. ഈ പുഴയാണ് മണാലിയിലും കുളിയിലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. മണാലിനെയും കുളിനെയും ഫുള്ളും തുടച്ചു നീക്കുന്നതും വെള്ളപ്പൊക്കം ഉണ്ടായി ആ ഡിസാസ്റ്റർ ഫുള്ളും ഇതാ. ആ പുള്ളിക്കാരൻ പറഞ്ഞ അതൊരു ലോറിയാണ്. ഈ വീഡിയോയിലേക്ക് കണ്ടാൽ മനസ്സിലാകത്തില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾ നോക്കും അത് ലോറി അങ്ങനെ വെള്ളത്തിൽ കിടക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മറ്റേ വെള്ളപ്പൊക്കവും ആ സമയത്തും ഉള്ള ആ ഡിസാസ്റ്ററിൻ്റെ ബാക്കി പത്രം. ഇതിനൊക്കെ കുറേ നമുക്ക് പോകുന്ന വഴി കാണാം. ചിലതൊക്കെ ഇതിൻ്റെ അടിയിലായിരിക്കും, അതൊക്കെ പിന്നെ റിക്കവർ ചെയ്ത് എടുക്കത്തില്ല, അതങ്ങനെ പോട്ടെ എന്ന് വയ്ക്കും. പിന്നെ ഇവിടെ സ്ഥിരം റിവർ റാഫ്റ്റിംഗ് ആയിട്ട് മോസ്റ്റ് ഓഫ് ഈ പോകുന്ന വഴിയിലുള്ള സാധനങ്ങളെല്ലാം അവരെടുത്ത് മാറ്റും. പക്ഷെ എന്നാലും നമുക്ക് സൈഡിലൊക്കെ കാണാം. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ കുറേ തകർന്ന വീടുകൾ, തകർന്ന വണ്ടികൾ. ഈ നല്ലൊരു ബ്യൂട്ടിഫുൾ കാഴ്ചയുടെ ഇടയ്ക്ക് ഇത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ സമയത്ത് വെള്ളം കുറവാണ്, കാരണം ഇപ്പം മഞ്ഞ സമയമൊക്കെ. പക്ഷേ വേനൽക്കാലം ആകുമ്പോഴും പിന്നെ മഴക്കാലം ആകുമ്പോഴും വെള്ളം കുറച്ച് കൂടും. മഞ്ഞുരുകി ഫുള്ളും. പിന്നെ മഴക്കാലം ആകുമ്പോൾ പിന്നെ പറയണ്ട, ഫുള്ള് നാശനഷ്ടവും ഇടിയും വെള്ളപ്പൊക്കവും നാശമാണ് ഇവിടെ. പിന്നെ ഈ റാഫ്റ്റിങ്ങിൽ ഈ അഡ്വഞ്ചർ മാത്രമല്ല, ഈ ചുറ്റുമുള്ള ആ ഒരു പ്രകൃതി, മരങ്ങൾ, റിവർ ബാങ്ക്, ഈ പോകുന്ന കൂട്ടിൽ ഈ താഴെ ഈ സൈഡിൽ മാത്രമല്ല പാറ, ഈ പോകുന്ന ഇതിലും പാറ എടുക്കണ്ടോ, അതിലൊക്കെ നമ്മൾ മുട്ടിയാ പോണേ. കണ്ട ആ പാറയിൽ ഇടിച്ചിപ്പം തിരിഞ്ഞ ഈ റാഫ്റ്റ്. പക്ഷെ പുള്ളി 2 തോഴ വെച്ച് കറക്റ്റിങ് എടുത്തോളൂ. ഇതൊക്കെ എന്ത് ഉരുള കല്ലുകളാണ്, നല്ല ഉരുണ്ട പാറകൾ. അതൊരു നല്ലൊരു ഇടിയായിരുന്നു. നമുക്ക് ഈ പാറയിൽ ഇമ്പാക്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് അറിയാൻ പറ്റും. ചില സ്ഥലത്തൊക്കെ ഈ പുഴ ശാന്തമായിട്ട് ഒഴുകുന്ന, ചില സ്ഥലത്ത് അതിൻ്റെ സ്വഭാവം പുറത്തെടുക്കും. ഈ പുഴ എപ്പോഴും ഇങ്ങനെയാണെങ്കിൽ വെള്ളപ്പൊക്ക സമയത്ത് എന്ത് അവസ്ഥയായിരിക്കും ആലോചിച്ചു. പ്രിസൈസായിട്ട് ആ ഒരു പാറേൻ്റെ ഇടയിൽ കൂടെ ആയിട്ടും അത് ആ 2 തോഴ വെച്ചത് ഒരു സ്കില്ല് തന്നെയാണ്. Okay, hold tightly.
river named Byas River. Start point Rohtang River. ये फर्स्ट रोहतांग से आया हुआ है रिवर। बर्फ का पानी है सारा, जड़ी बूटी वाला पानी है, छोटा मोटा बीमारी खत्म कर देता है। ഈ റിവറിൻ്റെ സൈഡിലൊക്കെ നല്ല ഉരുള കല്ലൊക്കെ കാണാൻ പറ്റും. നല്ല രസമാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഇതിൽ കണ്ടതെന്ന് പറയുമ്പോൾ ഈ റിവറിൻ്റെ സൈഡ് 2-3 ചിലവർ ഒറ്റയ്ക്ക് ചിലർ കൂട്ടായിട്ട് ഈ പലതരം മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് വെച്ച് അവിടെ മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തണുപ്പിലും ഈ റിവറിൻ്റെ സൈഡും അങ്ങ് മ്യൂസിക് വെച്ച് അവരങ്ങ് വൈബ് ചെയ്യുകയാണ്. നമ്മൾ റാഫ്റ്റ് ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റും ചില ഒഴുക്കുകളും ചില ഈ നല്ല കുത്തൊഴുക്കുകളും നല്ല ഓടമുള്ള സ്ഥലവും പിന്നെ പാറകൾ തിങ്ങിക്കൂടിയ സ്ഥലവും. നമ്മൾ വിചാരിക്കും ഇമ്പോസിബിളാണ് അതിലൂടെ പോകാൻ. നമ്മൾ ചിന്തിക്കും ഇവരെങ്ങനെയായിരിക്കും പോകുന്നത്, നമുക്ക് അതുവഴി പോകാൻ പറ്റും, അത് ഫസ്റ്റൊക്കെ നിൽക്കുമോ. പക്ഷെ പുള്ളിക്കെത്താൻ കൂളായിട്ട് അതുവഴി എടുത്തിട്ട് പോകും. അവർ വേ കണ്ടെത്തും. അടുത്ത് ഞാൻ പറഞ്ഞത് ആ റാഫ്റ്റ് അതുവഴി നൈസായിട്ട് പോകും, ആ റൂട്ട് മാറ്റിയിട്ട്. പക്ഷെ നമ്മൾ ഇതുവഴിയാണ് എന്ന് പറഞ്ഞാൽ ഇതുവഴി ഭയങ്കര അടിയിൽ നിങ്ങൾ നോക്കിയാൽ അടിയിൽ നല്ല പാറയും ഫുള്ള് തടസ്സങ്ങളാണ്, നല്ല കുത്തൊഴുക്കുണ്ട്. പുള്ളി ഇതുവഴി വന്നു. പക്ഷെ റാഫ്റ്റ് നേരെ പോയി ആ പാറയിലടിച്ച് ആ നല്ലൊരു ഇമ്പാക്റ്റ് ആയിരുന്നു. അത് പേടിച്ച് എല്ലാവരും പേടിച്ചു. അതിനിടയ്ക്ക് ഈ ഒരു കോളം ആരും പോകാത്തൊരു വഴി സഞ്ചരിച്ചതാണെന്ന് തോന്നുന്നു. എന്നാൽ അതൊരു ഞങ്ങളിപ്പം നടത്തിയ ഫുള്ള് റാഫ്റ്റിങ്ങിലും ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് അതായിരുന്നു. सारे घर है उधर, टोटल एक घर है, गांव है, सोच लो गांव। यहाँ पे एप्पल रहता है, एप्पल एप्पल वाला है सारा। Oh my God,
कर लेते टुकड़ों को भी। അങ്ങനെ ഞങ്ങൾ റാഫ്റ്റിങ്ങിൻ്റെ അവസാന ഘട്ടം കടക്കുകയാണ്. ഇനി കുറച്ചുകൂടി മീറ്റർ കഴിയുമ്പോഴത്തേക്കും ഇത് അവസാനിക്കും. ഈ റിവറിന് നല്ല തണുപ്പാണ്, ഐസ് കട്ട മാറ്റിയതാണ് വെള്ളം. ഇത് കാലിലും കയ്യിലും നന്നായിട്ട് അടിച്ച് കയറി നല്ല തണുപ്പ് വിറച്ചിരിക്കുക. ഇനി കരയിൽ പോയിട്ട് കുറച്ച് തീ കായണം, അങ്ങനെ റിക്കവറായത്. അങ്ങനെ ഈ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി. വീണ്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു.